ഞാനേ ഒരു മുട്ട പപ്സ് ഉണ്ടാക്കണ വീഡിയോ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ മുതൽ മുട്ട പപ്സ് കഴിക്കാൻ ആഗ്രഹം. അപ്പോൾ ജയിക്കും പറഞ്ഞു, ജയിക്കിന് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല മുട്ട പപ്സ് കഴിച്ചത്, പക്ഷെ അവൻ പറഞ്ഞു എന്നാൽ മുട്ട പപ്സ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ജയിക്കായിരുന്നു എൻ്റെ അസിസ്റ്റൻറ്റ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ മുട്ട പപ്സൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. കെച്ചപ്പൊക്കെ കണ്ടപ്പോൾ ഇടയ്ക്ക് ആളൊക്കെ ഒന്ന് തോണ്ടിയൊക്കെ നിന്നു. എന്നാലും ഞങ്ങൾ പപ്സൊക്കെ ഉണ്ടാക്കി കംപ്ലീറ്റ് ആക്കി. നല്ല അടിപൊളി പപ്സായിരുന്നു എന്നാണ് ജയിക്ക് പറഞ്ഞത്. പക്ഷെ ജയിക്ക് അതിൻ്റെ ഫില്ലിംഗ് ഒന്നും കഴിക്കില്ല. അപ്പോൾ അവന് വേണ്ടി മാത്രമായിട്ട് പ്ലെയിനായിട്ട് മുട്ട മാത്രം വെച്ചിട്ട് ഒരു ഇതുണ്ടാക്കി. അപ്പോൾ ഈ പപ്സിൻ്റെ പുറത്തത്തെ പഫ് പേസ്ട്രി മാത്രം അവൻ കഴിച്ച്, പിന്നെ മുട്ടയും കഴിച്ച്. അപ്പം ഞങ്ങളിത് ലിഡിലിൽ നിന്ന് വാങ്ങിച്ച പഫ് പേസ്ട്രി വെച്ചിട്ടാണ് പപ്സ് ഉണ്ടാക്കണേ. കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പാട് വന്നു. എനിക്കറിയില്ല അതെന്താ അങ്ങനെ വന്നതെന്ന്. പക്ഷെ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും പപ്സ് നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റായിട്ട് വന്നു. എന്നിട്ട് ഞാൻ പാലുകൊണ്ടാണ് വാഷ് ചെയ്തത് പുറത്ത്, നമ്മൾ എഗ് വാഷ് ചെയ്യണ പോലെ അങ്ങനെ വാഷ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് 200 ഡിഗ്രി സെൽഷ്യസിൽ എയർ ഫ്രയറിലാണ് ഞാൻ ബേക്ക് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഒരു 15-20 മിനിറ്റ്സാണ് ബേക്ക് ചെയ്തത്. അപ്പം നല്ല പെർഫെക്റ്റായിട്ട് വന്നു, നല്ല ക്രിസ്പി ആയിരുന്നു, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നല്ല അടിപൊളി യമ്മി ആയിരുന്നു. അപ്പോൾ എനിക്ക് പണ്ടത്തെ നൊസ്റ്റു കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പപ്സ് വാങ്ങിച്ച് കഴിച്ച കഥയും അതൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു. ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫ്രഷ് ലൈമും പപ്സും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കഴിച്ചു. അല്ല, ഫ്രഷ് ലൈമല്ല ആക്ച്വലി ഉണ്ടാക്കിയത്, കോഫി ആയിരുന്നു ഉണ്ടാക്കിയത്. കാരണം ഇത് കുറേ നാൾ മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പം ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാത്ത കാരണം കൊണ്ട് മടി പിടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോണിൽ നിന്ന് കിട്ടിയതാണ് ഈ മുന്നേ എടുത്ത് വെച്ച ഈ വീഡിയോ. അത് കാരണം കൊണ്ടാണ് ഞാൻ അറിയാതെ ഫ്രഷ് ലൈം പറഞ്ഞത്. കാരണം ഞാൻ ഇത് കഴിഞ്ഞിട്ട് പിന്നെയും പപ്സ് ഉണ്ടാക്കി, പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ വീഡിയോ മാത്രം ഞാൻ എടുത്തത് എൻ്റെ ഫോണിൽ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ വൈകുന്നേരം എൻജോയ് ചെയ്തത് കഴിച്ചു. ജോയലിന് ഒരെണ്ണം മാറ്റി വെച്ച് ബാക്കി ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് കഴിച്ച് തീർത്തു. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ.